കർണാടകയിലെ ധർമ്മസ്ഥലയിൽ SITയുടെ ആദ്യഘട്ട തെരച്ചിൽ ക്ലൈമാക്സിലേക്ക്. അടയാളപ്പെടുത്തിയ ഏറ്റവും അവസാനത്തെ പോയിന്റായ 13-ൽ GPR സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു. ഏറ്റവും കൂടുതൽ മൃതദേഹം സംസ്കരിച്ചത് സ്നാനഘട്ടത്തിന് സമീപമുള്ള ഈ പ്രദേശത്തുനിന്നാണ് സാക്ഷിയുടെ മൊഴി. കേരളീയ വസ്ത്രമണിഞ്ഞ ഒരു പെൺകുട്ടിയടക്കം 8 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ ഈ 13-ാം പോയിന്റിൽ കുഴിച്ചിട്ടുണ്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളി നേരത്തെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ 13-ാം പോയിന്റിലെ പരിശോധന ഈ കേസിൽ, ഈ അന്വേഷണത്തിൽ അതിനിർണായകമാണ്. കാരണം ഇതിനു മുൻപ് നിരവധി പേരുടെ, കഴിഞ്ഞ 12 പോയിന്റുകളിലെ പരിശോധനയിൽ നിരവധി പേരുടെ അസ്ഥികൂടങ്ങൾ, അസ്ഥി കഷ്ണങ്ങളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അത് എത്ര പേരുടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ SIT ഇപ്പോഴും വ്യക്തമായ കണക്കുകൾ, വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 100-ലധികം പേരെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നിരവധി പേരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ അവസാനഘട്ട, ഈ ആദ്യഘട്ട തെരച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അത് എത്രത്തോളം നിർണായകമാണ്? ഇവിടെ നിന്നും ഈ 13-ാം പോയിന്റ് എന്ന് പറയുമ്പോൾ അത് എത്ര ദിവസത്തെ പരിശോധന അവിടെ ആവശ്യമായി വരും? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമാണ് SITയെ സംബന്ധിച്ചിടത്തോളം ഈ പരിശോധന. കാരണം നേരത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ GPR സംവിധാനം ഉപയോഗിച്ച്, അതായത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് 13-ാം പോയിന്റിൽ നടക്കുന്നത്. 13-ാമത്തെ ദിവസമാണ് 13-ാം പോയിന്റിൽ നടക്കുന്ന പരിശോധന. ആദ്യഘട്ടത്തിൽ ഏറ്റവും അവസാനമായി അടയാളപ്പെടുത്തിയ സ്ഥലം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടോം സൂചിപ്പിച്ചതുമാണ്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണത്. കാരണം കേരളീയ വേഷത്തിൽ ഒരു പെൺകുട്ടിയെ ഇവിടെ കുടിച്ചിട്ടുണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയത് 13-ാം പോയിന്റിലാണ്. നേരത്തെയൊക്കെ അത്തരം വിവരങ്ങളുണ്ടായിരുന്നു, പക്ഷെ അത് ഏത് പോയിന്റിലാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് 13-ാം പോയിന്റിലാണ് ഇത്തരത്തിലൊരു കേരളീയ വേഷത്തിലുള്ള പെൺകുട്ടിയെ അവിടെ കുടിച്ചിട്ടുണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തി. അതുകൂടാതെ 8ഓളം പേരെ ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ കുടിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം മൊഴി നൽകിയത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 6 പ്രാദേശികരായ സാക്ഷികൾ കൂടി ഇയാൾ ഇവിടെ ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടു എന്ന വെളിപ്പെടുത്തലുമായി SITക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ സാക്ഷികൾ കൂടി ഉള്ള ഒരു പ്രദേശമാണ് 13-ാം പോയിന്റ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് തത്സമയ ദൃശ്യമാണ് ടോമെ. ഇപ്പോൾ അതിന്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അതായത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് നേരത്തെയൊക്കെ ഉള്ളതുപോലെ തന്നെ രഹസ്യ സ്വഭാവത്തിലുള്ള പരിശോധനയാണ് SIT നടത്തുന്നത്. അതേ രീതിയിലുള്ള പരിശോധന തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഡ്രോൺ GPR ആണ് ഇത് ഈ പ്രദേശത്ത് മാർക്ക് ചെയ്ത മുഴുവൻ പ്രദേശങ്ങളിലും കൃത്യമായി വിശദമായ പരിശോധന നടത്തി എവിടെയാണ് ഇത്തരത്തിൽ മനുഷ്യന്റെ അസ്ഥികൾ അതല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ ലഭിക്കുന്നോ ആ പ്രദേശം കൃത്യമായി പരിശോധിക്കുക. തെളിവ് നശിക്കാതിരിക്കാനും കൂടി അത് ഉപകരിക്കും. നേരത്തെയൊക്കെ നമ്മൾ കണ്ടതാണ്, 1-ാമത്തെ പോയിന്റ് മുതൽ 12-ാമത്തെ പോയിന്റ് വരെ വലിയ തോതിൽ ദുഷ്കരമായിരുന്നു ഈ പരിശോധന. കാരണം വലിയ കുഴി ആഴത്തിൽ എടുക്കുക പ്രയാസമായിരുന്നു. വെള്ളം വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നേത്രാവതി പുഴയുടെ തീരത്തായതുകൊണ്ട് തന്നെ വെള്ളം കുഴിച്ചെടുക്കുമ്പോൾ വെള്ളം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതികൂല കാലാവസ്ഥയിലും പോയിന്റ് 11A, 6, 4 തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ ലഭിച്ചു. പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിച്ചിട്ടുണ്ട്, തലയോട്ട് ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് അസ്ഥികൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും 13-ാം പോയിന്റിൽ രാജ്യം മുഴുവൻ ഇന്ന് കാത്തിരിക്കുന്നത് 13-ാം പോയിന്റ് തന്നെയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നു. ഈ ഡ്രോണിന് ഒരു പ്രത്യേകതയുള്ളത്, ഇത് ഇന്ത്യ പാക് അതിർത്തികളിൽ ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റമൊക്കെ തടയാൻ ഭൂഗർഭ അറകളുണ്ടാക്കി, തുരങ്കങ്ങളുണ്ടാക്കി നുഴഞ്ഞുകയറ്റം തടയാൻ BSF ഉപയോഗിക്കുന്നതിന് സമാനമായ ഡ്രോൺ എന്നാണ് ആഭ്യന്തര വൃത്തം വ്യക്തമാക്കുന്നത്. അമേരിക്കൻ നിർമ്മിത സംവിധാനമാണ്. അത്തരത്തിൽ ആധുനിക സാങ്കേതിക സംവിധാനമുള്ള ഒരു ഡ്രോൺ ആണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കർണാടക സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല, ഒപ്പം SITയും. ഏതായാലും ആദ്യഘട്ടമാണിത്. ആദ്യഘട്ടത്തിലെ അവസാന പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇനി ഒരു പക്ഷേ വൈകാതെ തന്നെ കോടതിയിൽ ഇത് സമർപ്പിച്ചേക്കും. അതിനുള്ള ഒരു ഒരുക്കങ്ങൾ
കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. 2 ദിവസം പരിശോധന ഉണ്ടായിരുന്നില്ല. ആ ദിവസങ്ങളിൽ ഇതിന്റെ കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു SIT. അങ്ങനെയാണെങ്കിൽ ഇന്നും നാളെയുമായിരിക്കും ഒരു പക്ഷേ ഈ 13-ാം പോയിന്റിൽ പരിശോധന ഉണ്ടാവുക. കാരണം അത് വലിയൊരു നേരത്തെ ഉണ്ടായ 1 മുതൽ 12 വരെ ഉണ്ടായ പോലത്തെ ഒരു ഏരിയ അല്ല, വലിയ ഒരു ഏരിയയിലാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തത്സമയ ദൃശ്യം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഇതേ സ്ഥലത്ത് തന്നെയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് മറച്ചു വെച്ചുകൊണ്ടുള്ള പരിശോധന നടത്താൻ ആ റോഡുണ്ട്, പ്രാദേശിക റോഡാണ്. ആ റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഈ റഡാർ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന് സമീപത്തുകൂടി ഇത്തരത്തിൽ വാഹനങ്ങൾ പോകുന്നതും അതൊക്കെ ഇതിന് തടസ്സമാകും. അങ്ങനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ പരിശോധന നടത്തി ഏറ്റവും കൂടുതൽ തെളിവുകൾ, അതായത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന തെളിവുകൾ കൂടി ഉൾപ്പെടുത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. കാരണം കോടതി ഈ ശുചീകരണ തൊഴിലാളി രഹസ്യമൊഴി നൽകിയപ്പോൾ ഇതിൽ വിശദമായ പരിശോധന നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ ശേഖരിക്കാനായി, ഈ കേസിൽ എന്തൊക്കെയാണ് SITയുടെ കണ്ടെത്തലുകൾ, അതെല്ലാം ഇനി കോടതിയിൽ സമർപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഒരുപക്ഷെ നാളത്തെയും കൂടെ പരിശോധന കഴിഞ്ഞാൽ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഇതെല്ലാം കോടതിയിൽ വിശദമായി സമർപ്പിക്കും. ഏതായാലും DGP, ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന DGP അല്പസമയം മുമ്പാണ് പ്രണബ് മൊഹന്തി ഇവിടെ സ്ഥലത്തെത്തിയത്. ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ 13-ലെ പരിശോധന നടക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് സസ്പെൻസ് ഉള്ള പോയിന്റ് 13. അവിടെ നിന്നും 3-4 ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ആ ദിവസങ്ങളിലൊന്നും പരിശോധന നടന്നില്ല. ഈ GPR സംവിധാനം എത്താൻ വേണ്ടി കൃത്യമായി SIT കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിപ്പോൾ 13 പോയിന്റ് കൂടാതെ 11A എന്ന പുതിയ പോയിന്റും ഭൂമിയിലെ GPR സംവിധാനം ഉപയോഗിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ്. ഈ സ്പോട്ട് 13-ലെ പോയിന്റ് 13-ലെ സ്ഥലത്താണ് ഈ പരിശോധന നടക്കുന്നത്. അതിനായി വിദഗ്ധർ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ KV ബൈജു സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘ തലവനും സ്ഥലത്തുണ്ട്. അല്പസമയം മുമ്പാണ് എത്തിയത്. ബൈജു, ഇത് വനമേഖല അല്ല എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവെ ഒരു ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശമാണോ? നിരവധി ആളുകൾ ഈ സ്ഥലത്ത് ഈ പരിശോധന നടക്കുന്നത് കാണാനായി നിരവധി നാട്ടുകാരടക്കം അവിടെ എത്തിയിട്ടുണ്ട്. പൊതുവെ അവിടുത്തെ ആളുകളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? കാരണം കുറേ നാളുകളായി 10-30 വർഷമായി ഭീതിയോടെ കഴിഞ്ഞ, അല്ലെങ്കിൽ അവിടുത്തെ നിയമവും മറ്റ് നിയമവ്യവസ്ഥകളൊക്കെ നടപ്പാക്കിയിരുന്നത് D ഗ്രൂപ്പ് എന്ന D ഗ്യാങ്, അതായത് അവിടുത്തെ ആളുകളെ ഭയപ്പെടുത്തി കൊലയും നടത്തിയിരുന്ന, ഭീഷണിപ്പെടുത്തിയിരുന്ന D ഗ്യാങ്ങിൻ്റെ ഒരു D ഗ്യാങ്ങിൻ്റെ ഭീകരാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. മാധ്യമങ്ങൾക്ക് നേരെ പോലും അവരുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നു. ആളുകളെ സംബന്ധിച്ചൊരു ആശങ്ക ഒഴിയുന്നൊരു സാഹചര്യമുണ്ടോ, അതോ ഇപ്പോഴും ആശങ്ക കൂടുതൽ വർദ്ധിക്കുന്നു? ഇതുപോലുള്ള നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ, ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു ഭയം ആളുകളെ അലട്ടുന്നുണ്ടോ ബൈജു? ടോമേ, ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. D ഗ്യാങ്ങിന്റെ താവളമാണ് ഈ സ്ഥലം. അതായത് നേത്രാവതി പുഴ, അതിന് തൊട്ടടുത്ത് സ്നാനഘട്ടയിലാണ് ഒരുപാട് ആളുകൾ എത്തുന്നത്. ഈ സ്നാനഘട്ടയിൽ നിന്നും തൊട്ട് പുറത്തു വരുന്ന സ്ഥലത്ത് ഓട്ടോറിക്ഷ, D ഗ്യാങ്ങിന്റെ ഓട്ടോറിക്ഷ ഗ്യാങ് ആണ്. അവിടെയാണ് ഒരുപാട്, ഇതിൽ ചില ആളുകളാണ്, എല്ലാവരും അല്ല പറയുന്നത്, ചില ആളുകൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചില ആളുകൾ, ഇവരുടെ ഗ്യാങ്ങിൽപ്പെട്ടവർ ഇത്തരത്തിൽ ഇവിടെ വരുന്ന ആളുകളെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി വനത്തിലും മറ്റും കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ആ മൃതദേഹം ഈ ശുചീകരണ തൊഴിലാളിക്ക് ഏൽപ്പിക്കുന്നു. അതായത് ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്നത് ഇതേ സ്ഥലത്ത്. പുറത്ത് D ഗ്യാങ്ങിന്റെ സംഘം, അകത്ത് ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സംഘം. അങ്ങനെ രാത്രിയോടുകൂടി ഈ മൃതദേഹം ഇയാളെ ഏൽപ്പിക്കുകയും ഇയാൾ ഇതിന് സ്നാനഘട്ടയ്ക്ക് തൊട്ട് സമീപമുള്ള, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്ന 13-ാം പോയിന്റിൽ ഇത്തരത്തിൽ കുഴിച്ചു മൂടുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിന് തൊട്ട് അടുത്ത് വരുന്നെല്ലാം വനമേഖലകളും ഈ പുഴയുടെ തൊട്ട് തീരങ്ങളും ഒക്കെയാണ്. പക്ഷെ ഈ സ്ഥലം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡിന് സമീപമാണിത്. അതായത് ധർമ്മസ്ഥലയുടെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്രത്തോളം പ്രധാനമുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. ഈ സ്നാനഘട്ടയിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ എത്തുന്ന സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ D ഗ്യാങ്ങിന്റെ ഭീഷണി വകവയ്ക്കാതെ റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ 13-ാം പോയിന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ്
ഈ അന്വേഷണ തലവൻ തന്നെ ഇപ്പോൾ നേരിട്ടെത്തിയിരിക്കുന്നു. അത്രത്തോളം ഗൗരവമുണ്ട് 13-ാം പോയിന്റിലെ പരിശോധന അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 13-ാം പോയിന്റിൽ കിട്ടുന്ന നിർണായക തെളിവുകൾ അതിലൊരു പക്ഷേ മലയാളി കണക്ഷൻ കൂടി വരുന്നുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ വിടുന്ന ഏറ്റവും പുതിയ വാർത്ത. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് വലിയ ചർച്ചയായതാണ്. കേരളീയ വേഷത്തിൽ ഒരു പെൺകുട്ടി അവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടെന്ന്. അത് 13-ാം പോയിന്റിലാണെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അത് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ 13-ാം പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും കാണാതായ ആ പെൺകുട്ടി? ഇനി അതോടൊപ്പം 8 പേരുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ കുഴിച്ച് സാധാരണ രീതിയിലുള്ള കുഴിച്ച് പരിശോധന പ്രായോഗികമല്ല. കാരണം അവിടെ കുഴിക്കുമ്പോൾ തന്നെ വെള്ളം പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. ഇത് ഒരു മിനി ഡാം ഇതിന് സമീപത്തുണ്ട്. സ്നാനഘട്ടയാണ്. പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ GPR സംവിധാനം ഉപയോഗിച്ച് കൃത്യമായ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ സ്ഥലത്ത് വളരെ ശ്രദ്ധാപൂർവം ഇത്തരത്തിൽ കുഴിച്ച് അത് പുറത്തേക്ക് അടുക്കുക. അതാണിപ്പോൾ SIT രക്ഷപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പച്ച തുണി വെച്ച് മറച്ച് അത്തരത്തിൽ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഇവിടെയും പരിശോധന നടക്കുന്നത്. SITയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നിർണായക ദിനമാണ് ഈ 13-ാം പോയിന്റിലെ പരിശോധന. ഇത് 4 ദിവസമായി മാറ്റിവെച്ചുകൊണ്ടിരുന്നതാണ്. കാരണം GPR സംവിധാനം വന്നിട്ട് അവിടെ പരിശോധിച്ചാൽ മതി. കൂടുതൽ തെളിവുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയെടുത്ത് 4ഓളം പോലീസുകാർ, ആയുധധാരികളായ പോലീസുകാർ 24 മണിക്കൂറും കാവൽ നിന്ന സ്ഥലമാണിത്. ഇവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഒരു പക്ഷേ പരിശോധന നാളെ വരെ നീണ്ടേക്കാം. കാരണം GPR സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അവിടെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു പക്ഷേ ഇന്ന് സമയമില്ലെങ്കിൽ നാളെ ആയിരിക്കും ഇവിടെ വിശദമായ കുഴിച്ച് ഈ ഇത്തരത്തിലുള്ള മൃതദേഹ ആവശ്യങ്ങൾ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഒരു പക്ഷേ ക്ഷേത്രഭൂമിയിലും ഇതുപോലെ ഒരു പുതിയ പോയിന്റ്, അതായത് മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നേരത്തെ പരിശോധന നടത്തിയിരുന്നു. അവിടെ 8 അടിയോളം ഉയരത്തിൽ മണ്ണും കല്ലും വസ്തുക്കളും ഒക്കെ ഇട്ട് ഈ തെളിവ് നശിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയെന്ന് അഭിഭാഷകർ ആരോപിച്ചിരുന്നു. ആ പ്രദേശത്തുകൂടി GPRന്റെ സേവനം ഒരുപക്ഷെ ഉപയോഗിച്ചേക്കാം. അവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് മധുവിധു ആഘോഷിക്കാനായ 2 പേരുടെ മൃതദേഹം അവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തുകൂടി GPR പരിശോധന നടക്കും. എന്തായാലും ഈ ആഴ്ചയോടുകൂടി ഈ പരിശോധനയുടെ ഒരു ആദ്യ ഘട്ടത്തെ ഒരു റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ 1 മാസം ഏകദേശം ആകുന്നു SITയുടെ അന്വേഷണം. കുഴിച്ച് പരിശോധന ഇത് 13-ാം ദിവസമാണ്. 13-ാം പോയിന്റിൽ നടക്കുന്നത്. എല്ലാ പോയിന്റും ഇതുവരെ അടയാളപ്പെടുത്തിയ എല്ലാ പോയിന്റും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി പുതിയ 70 ഇടങ്ങളാണ് ഇദ്ദേഹം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. കൂടുതൽ എടുത്ത് പരിശോധന നടത്തേണ്ടുന്നത്. അത് ഒരു പക്ഷേ കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിനു ശേഷമായിരിക്കും പരിശോധന നടത്തുക. എന്തായാലും ഈ കാര്യത്തിൽ SIT അല്ലെങ്കിൽ കർണാടക സർക്കാരോ പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ഈ GPR സംവിധാനം ഇവിടെ എത്തിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ ഈ പുഴയുടെ അരികിലൊക്കെ പരിശോധന നടത്തുക പ്രായോഗികമല്ല എന്ന ഒരു വിമർശനം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ GPR ടെക്നോളജി കൊണ്ടുവരണമെന്ന് ഒരുപക്ഷെ ന്യൂസ് 18 തന്നെയായിരിക്കും ഇത് ആദ്യമായി പുറത്തുവിടുന്നത്. GPR സംവിധാനം കൊണ്ടുവരാൻ ആലോചിക്കുന്നു എന്നത്. അങ്ങനെ ആ സംവിധാനം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എത്തിയത്. ഇന്നലെ ഒരു പരീക്ഷണ പറത്തൽ അവിടെ നടത്തി. ഡ്രോൺ കൃത്യമായി പരിശോധിച്ചു. അതിനുശേഷമാണ് ഇന്ന് 2 മണിയോടുകൂടി ശുചീകരണ തൊഴിലാളിയെ ഇവിടെ എത്തിച്ചത്. പരിശോധന ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. ധർമ്മസ്ഥലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് കാണുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിനം നിർണായക ദിനം എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളെ പോലല്ല. ഇന്ന് SITയുടെ അന്വേഷണത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, കൂടുതൽ ഇത്തരത്തിലുള്ള മൃതദേഹ ആവശ്യങ്ങൾ ഇവിടുന്ന് ലഭിക്കുമോ, അത് എത്ര സമയമെടുക്കും ഈ പരിശോധന, ഇതൊക്കെയല്ല ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ടോമെ, നിർണായകമായ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന് വേണം പറയാൻ. യെസ്, വ്യക്തമാണ്. ധർമ്മസ്ഥലയിൽ 13-ാം പോയിന്റിൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത 13-ാം പോയിന്റിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. GPR സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയുടെ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇവിടെ 8 മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നായിരുന്നു നേരത്തെ സാക്ഷി പോലീസിനോട് വെളിപ്പെടുത്തിയത്.